വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഓവനും ഗ്രില്ലൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തന്തൂരി ചിക്കൻ്റെ റെസിപ്പി ആയാലോ. നമുക്കിത് പാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നമുക്ക് തന്തൂരി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് 1 കിലോയുടെ ഒരു ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം 4 പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് മസാലയൊക്കെ പിടിക്കാനായിട്ടൊന്ന് അരഞ്ഞു കൊടുക്കാം. അപ്പോൾ 2 ലെഗ് പീസ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ബ്രസ്റ്റ് പീസിൻ്റെ ഭാഗം എടുക്കാം. ചിക്കൻ്റെ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ഈ വശത്തൊക്കെ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് താഴ്ത്തി കട്ട് ചെയ്തെടുക്കാം. ചിക്കൻ്റെ പീസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലകളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തൈര് ചേർക്കണം. ഫസ്റ്റ് തൈര് എടുത്തിട്ടുണ്ട്, ഒരു 4 ടേബിൾ സ്പൂൺ തൈര്. അപ്പോൾ 1 കിലോ ചിക്കന് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് മതി. അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് എടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് അതുപോലെ തന്നെ കാശ്മീർ റെഡ് ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കന് നല്ല കളറൊക്കെ ഉണ്ടാവും. അതിനുശേഷം നമുക്കിതിലേക്ക് നല്ല ജീരകം പൊടിച്ചത് ചേർക്കാം. അപ്പോൾ നല്ല ജീരകം എടുക്കുമ്പോൾ വറുത്തിട്ട് പൊടിക്കുക. അപ്പോൾ ചിക്കന് നല്ല സ്മെല്ലുണ്ടാവും. നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ സ്മെല്ല് കിട്ടും. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ സ്പൈസിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് കുരുമുളക് പൊടി പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജിഞ്ചർ പൗഡറും ഗാർലിക് പൗഡറും. ഞാനിവിടെ 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ പൗഡർ ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടുകെണ്ണ, മസ്റ്റാർഡ് ഓയിൽ. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ നാരങ്ങ നീര് ഒഴിക്കുക, അതല്ലെങ്കിൽ വിനീഗർ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കടുകെണ്ണ ഇല്ലെങ്കിൽ നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. മസ്റ്റാർഡ് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ മസാലയൊക്കെ എടുത്ത് തേച്ച് പിടിപ്പിക്കുമ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ നോക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ പെട്ടെന്നൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ടൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഇനി ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഈ ബട്ടറിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഓയിലും കൂടി ചേർക്കാം കേട്ടോ. ഞാൻ ഓയിൽ ചേർക്കാത്തത് കൊണ്ടാണ് കുറച്ചധികം ബട്ടർ ചേർത്ത് കൊടുത്തേക്കണം. ഇനി ഈ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ബട്ടറെല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. നമുക്ക് 1 ലെഗ് പീസും കൂടി ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഈ ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അതുപോലെ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ അടിവശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ലെഗ് പീസും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടിവശം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കാവണം. ഇനിയിപ്പോൾ അടിവശം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം ചിക്കൻ കുക്കായിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ പീസൊക്കെ എടുത്ത് മാറ്റിയിട്ട് അടുത്ത ചിക്കൻ പീസും കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് ബട്ടറൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം
ഇതിലേക്ക് ഇനി ബാക്കിയുള്ള ചിക്കൻ്റെ പീസും കൂടി വെച്ച് കൊടുത്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പീസ് വേവിച്ചെടുക്കുമ്പോൾ കുറച്ച് ടൈം കൂടുതൽ എടുത്തിട്ട് വേവിച്ചെടുക്കുക. വലിയ പീസ് ആയതുകൊണ്ട് തന്നെ കുക്കായി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈം കൂടുതലെടുത്ത് വേവിച്ചെടുക്കുക. നമുക്കൊന്ന് വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അതുപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ചിക്കൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമുക്ക് ഈ ബട്ടർ തന്നെ എടുത്തിട്ട് മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ സൈഡിലും എല്ലാ ഗ്യാപ്പിലൊക്കെ നോക്കിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. രണ്ട് സൈഡും കുക്കായതിനു ശേഷം നമുക്കിതൊന്ന് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. ചിക്കൻ്റെ ഇപ്പോൾ രണ്ട് സൈഡും കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു പണി കൂടിയുണ്ട്. നമ്മുടെ ചിക്കന് നല്ല സ്മോക്കി സ്മെല്ല് വരാനായിട്ട് ഒരു ചാർക്കോളോ കനലോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് കത്തിച്ചിട്ട് ഇതുപോലൊന്ന് വെക്കാം. ചാർക്കോളിൻ്റെ മേലേക്ക് ഇനി നമുക്ക് കുറച്ച് ഓയിലും കൂടിയും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് പുക വരും. ആ പുക ഒന്ന് പുറത്തു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഈ പാത്രം പെട്ടെന്ന് തന്നെ അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റെങ്കിലും അടച്ചു വെക്കാം. അതിന് ശേഷം ഇത് തുറന്ന് നോക്കുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും. ആ സ്മോക്കി സ്മെല്ലും കൂടി വന്നാലോ നമ്മുടെ തന്തൂരി ചിക്കൻ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും. അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ആ ലെമൺ ജ്യൂസും കൂടി ഇതിൻ്റെ മേലെ ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്താൽ ചെറിയൊരു പുളിപ്പും ഉണ്ടാവും. അപ്പോൾ ഇതൊരു നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ റൊട്ടിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.